നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാചക സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിച്ചു. മസ്ജിദുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് വിവിധ ആഘോഷ പരിപാടികളും ഘോഷയാത്രകളും നടന്നു. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നബിദിനം ആഘോഷിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പരിസരത്ത് നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ നബിദിന റാലി ചേരമാൻ മസ്ജിദിൽ സമാപിച്ചു. എരുമപ്പെട്ടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. എരുമപ്പെട്ടി ടൗൺ ത്വാഹ മസ്ജിദിൽ മഹല്ല് പ്രസിഡന്റ് കെ.എ. അബ്ബാസ് പതാക ഉയർത്തി. മഹല്ല് ഖതീബ് അത്തീഖ് റഹ്മാൻ ഭാഗവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വേലൂർ തലക്കോട്ടുകര ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. വർണ്ണ ബലൂണുകളുമായി വിദ്യാർത്ഥികൾ അണിനിരന്ന റാലിക്ക് മാറ്റുകൂട്ടി ദഫ്മുട്ടും അരങ്ങേറി. കാളത്തോട് കൃഷ്ണാപുരം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. മഹല്ല് ചീഫ് ഇമാം ഷൌക്കത്ത് അലി സഖാഫി നബിദിന സന്ദേശം നൽകി. മേഖലയിലെ മദ്രസകൾ കേന്ദ്രീകരിച്ച് നടത്തിയ റാലിയിൽ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മഹല്ല് ഭാരവാഹികൾ എന്നിവർ അണിനിരന്നു. മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാൻ വന്നവരും തമ്മിൽ ബാറിന് പുറത്തുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്തു. 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മലപ്പുറം ജില്ലയിൽ മാസ്ക് ഉപയോഗം നിർബന്ധമാക്കി. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 7ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിച്ചു. കാലടി കല്ലാല എസ്റ്റേറ്റിൽ വിനോദയാത്രാ സംഘത്തിന്റെ കാർ കാട്ടാൻ ആക്രമിച്ചു. കാർ ഭാഗികമായി തകർന്നു. യാത്രക്കാർ രക്ഷപ്പെട്ടു. ചാവക്കാട് നിന്ന് കാണാതായ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തി. വെള്ളിയാഴ്ചയാണ് കുട്ടികൾ വീട്ടുവഴക്കിനെ തുടർന്ന് വീട് വിട്ടിറങ്ങിയത്. കാട്ടൂരിൽ യുവാക്കൾ ഒരുക്കിയ തൃക്കാക്കരയപ്പൻ ശ്രദ്ധേയമായി. കാട്ടൂർ പള്ളിവേട്ട നഗറിലാണ് 10 അടിയോളം വലുപ്പമുള്ള തൃക്കാക്കരയപ്പൻ ഒരുക്കിയത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് ചിറ്റിശ്ശേരി സെന്റ് മേരീസ് പള്ളിയിൽ മെഗാ തിരുവാതിരക്കളി നടന്നു. 7 വയസ്സുള്ള പെൺകുട്ടികൾ മുതൽ 76 വയസ്സുള്ള അമ്മൂമ്മമാർ വരെ അണിനിരന്ന മെഗാ തിരുവാതിരക്കളിയിൽ 108 പേർ പങ്കാളികളായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുക്കാനുള്ള കൂടിക്കാഴ്ചയും നറുക്കെടുപ്പും ബുധനാഴ്ച നടക്കും. രാവിലെ 10 ദേവസ്വം ഓഫീസിലാണ് കൂടിക്കാഴ്ച. യോഗ്യരായ 55 അപേക്ഷകർക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള കത്തയച്ചു. ഗുരുവായൂർ ടൗൺ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മൗലീദ് പാരായണം, നബിദിന റാലി, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, നേർച്ച ഭക്ഷണ വിതരണം എന്നിവയുണ്ടായിരുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗികാതിക്രമ പരാതിയിൽ ബംഗാളി നടിയുടെ രഹസ്യമൊഴി ഈ ആഴ്ച രേഖപ്പെടുത്തും. കൊൽക്കത്തയിലെ ആലിപ്പൂർ സെഷൻസ് കോടതി മുമ്പാകെയാണ് ഹാജരാക്കുക. ഗുരുവായൂർ തൈക്കാട് മഹലിൽ വിപുലമായ പരിപാടികളുടെ നബിദിനം ആഘോഷിച്ചു. മഹലിലെ 4 മദ്രസകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഘോഷയാത്രയിൽ പങ്കാളികളായി. ചേലക്കര ടൗൺ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദും ബഹ്റുൽ ഉലൂം മദ്രസ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടത്തി. ദഫ്മുട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ നടന്ന റാലിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രവാചക പ്രകീർത്തനവുമായി ചാവക്കാട് മേഖലയിൽ നടന്ന നബിദിന റാലികൾ വർണ്ണാഭമായി. മദ്രസകളിൽ പതാക ഉയർത്തലും ദുആ സമ്മേളനവും നടന്നു. ദഫ്മുട്ട്, സ്കൌട്ട്, അറബന എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ബുസ്താനുൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര നടന്നു. മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് സുബൈർ വലിയകത്ത്, സെക്രട്ടറി PM അബ്ദുൽ ജലാൽ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. ചേലക്കര മേപ്പാടം പത്തുകുടി താജുൽ ഇസ്ലാം മദ്രസ പുത്തൻപള്ളിയും 5000 കുളം ഹനഫി ജുമാ മസ്ജിദും സംയുക്തമായി നബിദിന റാലി സംഘടിപ്പിച്ചു. പള്ളികളിൽ പതാക ഉയർത്തിയതിനു ശേഷം മൗലീദ് പാരായണവും അന്നദാനവും നടന്നു. അന്തിക്കാട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിന ഘോഷയാത്ര നടന്നു. CC മുകുന്ദൻ MLA ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃത്തല്ലൂർ സെന്റർ മസ്ജിദ് റഹ്മയും മുനവിറുൽ ഖുലൂബ് മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലി നടന്നു. മുഹമ്മദ് സ്വാലിഖ് ഫൈസി, NP കുഞ്ഞു മുഹമ്മദ് കുട്ടി, സഹീർ ഉസ്താദ്, മുസ്തഫ ചേലോട് എന്നിവർ നേതൃത്വം നൽകി.
മുണ്ടത്തിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന NM ആനന്ദന്റെ ചരമദിനം ആചരിച്ചു. DCC സെക്രട്ടറി K അജിത് കുമാർ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലേക്ക്. പവന് 120 രൂപ വർദ്ധിച്ച് 55,000 കടന്നു. ഒരു പവൻ സ്വർണത്തിന്റെ രാജ്യാന്തര വിപണിയിലെ വില വർധനവാണ് സംസ്ഥാനത്തെ വിപണിയിലും സ്വർണത്തിന് വില കൂടാൻ കാരണം. പട്ടയഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കുന്നതിന് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് പിൻവലിക്കണമെന്ന് കർഷക കോൺഗ്രസ് ചായ്പൻകുഴി യൂണിറ്റ് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് MLA സനീഷ് കുമാർ ജോസഫ് മുഖേന വനം വകുപ്പ് മന്ത്രിക്കും DFOയ്ക്കും യൂണിറ്റ് പ്രസിഡന്റ് KM ജോസ് നിവേദനം നൽകി. കുന്നംകുളം വടുതല വട്ടംപാടം കലയംകുളം ബസ് സ്റ്റോപ്പിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പെരുമ്പടപ്പ് സ്വദേശി നിസാർ, പുന്നയൂർകുളം നാക്കോല സ്വദേശി ചേക്കത്തകത്ത് വീട്ടിൽ ഷഫീഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ബുധനാഴ്ച പുനരാരംഭിക്കും. എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും മസ്റ്ററിംഗ് ഉണ്ടാകും. 3 ഘട്ടങ്ങളിലായാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. 2ാം ഘട്ടമായി നടക്കുന്ന തൃശൂർ ജില്ലയിൽ സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെയാണ് മസ്റ്ററിംഗ് നടക്കുക. അംഗങ്ങളെല്ലാം നേരിട്ടെത്തി ഈ പോസ്റ്റിൽ വിരൽ പതിക്കണം. ദേശീയപാത വാണിയമ്പാറയിൽ ലോറിക്ക് പുറകിൽ കാറിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചു കയറി. ആമ്പല്ലൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഒല്ലൂക്കരയിലും ചെമ്പൂത്രയിലുമായി ഉത്രാട ദിനത്തിൽ 16,203 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ പ്രതികളെ തപ്പി എക്സൈസ്. ഗോഡൌൺ വാടകയ്ക്കെടുത്ത് ജോജി, സഹായി ജോഷി എന്നിവരെ പ്രതി ചേർത്താണ് അന്വേഷണം നടക്കുന്നത്. മലയാള സിനിമയിൽ പുതിയ സംഘടന രൂപീകരിച്ചു. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് സംഘടന. ആഷിഖ് അബു, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, രാജീവ് രവി, റീമ കല്ലിങ്കൽ, ബിനീഷ് ചന്ദ്ര എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ സംഘടന. കൊടുങ്ങല്ലൂർ കാര പുതിയ റോഡിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മത്സ്യത്തൊഴിലാളി മരിച്ചു. എടവിലങ്ങ് കാര സ്വദേശി തളിക്കുളത്ത് ഇബ്രാഹിം കുട്ടിയാണ് മരിച്ചത്. കാപ്പ നിയമം ലംഘിച്ച് ഓണത്തിന് വീട്ടിലെത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ബീച്ച് സ്വദേശി അരവീട്ടിൽ ശരത് ലാലിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടാലി മഹല്ല് നബിദിനാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മഹല്ല് പ്രസിഡന്റ് ലത്തീഫ് കൊല്ലേരി പതാക ഉയർത്തി. പാടൂർ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളുടെ നബിദിനം ആഘോഷിച്ചു. മൗലീദ് പാരായണത്തിന് മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസമി നേതൃത്വം നൽകി. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ മസ്ജിദിൽ നടന്ന നബിദിന ആഘോഷത്തിന് പള്ളി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി പതാക ഉയർത്തി. പള്ളി ഖത്തീബ് അബ്ദുറഹ്മാൻ അസ്ഹരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. SIU ജില്ലാ കമ്മിറ്റി മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് റാലി സംഘടിപ്പിച്ചു. SIU ദേശീയ പ്രസിഡന്റ് EK റമീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലത്ത് വിവിധ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു. മൗലീദ് പാരായണം, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ് മദ്രസ ആൻഡ് മിലാദ് കമ്മിറ്റി സംയുക്തമായി സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ മഹല്ല് ഖത്തീബ് അബൂബക്കർ സാദി പതാക ഉയർത്തി. നബിദിന ഘോഷയാത്രയ്ക്ക് വഴിയൊരുക്കി വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി ഭാരവാഹികൾ മതസാഹോദര്യത്തിന്റെ മാതൃക തീർത്തു. വെള്ളറക്കാട് വെള്ളത്തേരി നൂറുൽ ഹുദ മദ്രസയും ജമാഅത്ത് കമ്മിറ്റിയും നടത്തിയ നബിദിന റാലിക്കാണ് വെള്ളറക്കാട് ക്രൈസ്തവ ദേവാലയ കോമ്പൗണ്ടിനുള്ളിലൂടെ വഴിയൊരുക്കിയത്. എളവള്ളി നോർത്ത് മഹല്ലിൽ നടന്ന നബിദിനാഘോഷത്തിന് മഹല്ല് പ്രസിഡന്റ് NK അബ്ദുൽ കബീർ പതാക ഉയർത്തി. പ്രഭാത മൗലിദ് സദസ്സിന് മുഹമ്മദ് ഹാഷിം സഖാഫി നേതൃത്വം നൽകി. എളവള്ളി സെന്റ് ആന്റണീസ് ചർച്ച് വിവിധ ക്ലബ്ബുകൾ റാലിക്ക് സ്വീകരണം നൽകി. ചേർപ്പ് ചെറുചേന മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടന്നു. ചേർപ്പ് ചെറുചേന മഹല്ല് പ്രസിഡന്റ് KA അബ്ദുൽ സലാം പതാക ഉയർത്തി. കയ്പമംഗലം പൂരിക്കുഴി മോസ്കോ പാലം നവയുഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി യൂണിയൻ വെങ്കിടങ്ങ് പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന TK വേലായുധന്റെ 1-ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PS ജയൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. K
KPMS പിണ്ടാണി കരിങ്ങാച്ചിറ ശാഖയുടെ നേതൃത്വത്തിൽ അയ്യൻകാളി ജയന്തി ആഘോഷിച്ചു. ജില്ലാ ട്രഷറർ PC ബാബു അയ്യൻകാളി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. KK വിജയൻ അധ്യക്ഷനായി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.